ഇന്ന് ഞാനും ശിവയും കൂടായിരുന്നു യാത്ര. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ പുള്ളിക്കാരി അടങ്ങിയിരുന്നു, പക്ഷെ പിന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങിയതേ. ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. ഒരു ബിസ്ക്കറ്റ് തൽക്കാലത്തിൽ കൊടുത്തപ്പം പോരാ, അതൊന്നും പോരാ, വീണ്ടും കൊടുത്തു. അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്ത് കരച്ചിൽ മാറ്റി. ധൃതിപ്പെട്ട ഒരു ബസ്സിൽ കയറിയെങ്കിലും ഞാൻ വീട്ടിൽ നിന്നേ പ്രാർത്ഥിച്ചിറങ്ങിയത് പാട്ടുള്ള ബസ്സിൽ തന്നെ പോകാൻ പറ്റണേന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാട്ടുള്ള ബസ്സാണ് കിട്ടിയത്. അതുകൊണ്ട് നല്ല വൈബായിരുന്നു. ബസ്സിൽ ഇങ്ങനെ ഒരുപാട് നാളായി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട്. ബസ്സിൽ തന്നെ പോയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ കോളേജിൽ ഡിപ്ലോമ പഠിച്ച കോളേജിൽ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടം വരെ പോകാനായിരുന്നു. അപ്പോൾ സിദ്ധു സ്കൂളിൽ പോയി. ശിവയെ വീട്ടിൽ നിർത്തിയ അമ്മയുടെ പണിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാനും അവളും കൂടെയാണ് ഇറങ്ങിയത്. ഞങ്ങളൊരു ഫുഡ് സലാഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് ബസ്സിൽ കയറിയപ്പോഴത്തേന് പുള്ളിക്കാരി ഉറങ്ങി. അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആ വൈബിനൊത്ത് പോയപ്പം ഇറങ്ങാനേ തോന്നിയില്ല. പക്ഷെ ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.